ഇന്നത്തെ വിഷയം പിതൃദോഷം. പുതിയ തലമുറയിൽ പിതൃദോഷം എന്താണെന്നറിയാത്തവരാണ് ഭൂരിഭാഗം ആൾക്കാർ. പിതൃക്കൾ മരണമടയുന്നത് പ്രധാനമായും പല രീതികളുണ്ട്. ഉദാഹരണം അപകടമരണം, ദുർമരണം, വർഷങ്ങൾക്കിടയിൽ കിടന്ന് അവസാനം മരണപ്പെടുക, സാധാരണ രീതിയിലുള്ള മരണം. പക്ഷേ പ്രധാനമായി ഈ ദുർമരണം, അപകടമരണം ഇവ ഉണ്ടാകുമ്പോൾ അതിന് യഥാക്രമം പരിഹാരകർമ്മങ്ങൾ നടത്തണം. അല്ലെങ്കിൽ അടുത്ത തലമുറയെ അവ ബാധിക്കും. എല്ലാ വർഷവും മരിച്ച തിഥി, നക്ഷത്രം, നാളുകളിൽ അവരെ സ്മരിക്കണം. ഈ കർമ്മം ജാതി മതം ഇല്ലാതെ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ്. ഈ കർമ്മം നടത്തിയില്ലെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥത, മാറാരോഗങ്ങൾ, വിവാഹ തടസ്സം, പുത്രഭാഗ്യമില്ലാതാകുക. അതുകൊണ്ട് പിതൃകർമ്മം വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്. ജാതിമതം ഭേദമില്ലാതെ അനുഷ്ഠിക്കേണ്ടതാണ്. യഥാവിധി നടത്തിയില്ലെങ്കിൽ വിവാഹ തടസ്സങ്ങൾ പലതും ഉണ്ടാകാം. എത്ര തന്നെ ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തിയാലും പരിഹാരങ്ങൾ നടത്തിയാലും പിതൃകർമ്മങ്ങൾ നടത്തിയില്ലെങ്കിൽ ബാക്കിയുള്ള അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ഒരു ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും നല്ല രീതിയിലായിരിക്കും. പക്ഷേ വിവാഹ തടസ്സം, കാലം കഴിഞ്ഞുള്ള വിവാഹം ഒരു ജ്യോത്സ്യനെ സമീപിക്കുമ്പോൾ അദ്ദേഹം നോക്കും. എന്നാൽ പിതൃകർമ്മത്തെപ്പറ്റി പറയുന്ന വ്യക്തികൾ വളരെ ചുരുക്കമാണ്. എന്നാൽ അറിയേണ്ട കാര്യം അതാണ്. പിതൃകർമ്മം യഥാകാലത്ത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താവുമെന്ന് പിന്നീട് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിതൃകർമ്മം തന്നെ ഇന്ന് കേരളത്തിൽ പല ക്ഷേത്രങ്ങളിൽ വളരെ വിപുലമായി നടത്തി വരാറുണ്ട്. പ്രധാനമായും വർക്കല പാപനാശം, രണ്ടാമത് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വളരെ വിപുലമായി നടത്തി വരുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ നമ്മൾ പിതൃക്കൾക്ക് ചെയ്യേണ്ട കർമ്മമാണ്. അത് പല സ്ഥലങ്ങളിലും മുടങ്ങിയിരിക്കുകയാണ്. എല്ലാം കർമ്മങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ടെന്ന് പലരും പ്രതിപാദിക്കാറുണ്ട്. പക്ഷേ ഈ കർമ്മം വളരെ ചുരുങ്ങിയ ചെലവിലാണ് നടത്തേണ്ടത്. പക്ഷേ പിതൃക്കളെ സ്മരിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് യഥാവിധി എല്ലാ വർഷവും ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ദുർമരണമാണെങ്കിൽ അതിന് പ്രതിവിധി ചെയ്യണം. അത് നല്ല പക്വതയുള്ള ശ്രേഷ്ഠരായ ആചാര്യന്മാരെ കൊണ്ട് ഈ കർമ്മം നിർവഹിക്കണം. എന്നാലേ ആ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ആത്മാവിന് ശാന്തി ലഭിച്ചില്ലെങ്കിൽ ആത്മാവ് ആ കുടുംബത്തിനകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായി വീട്ടിൽ സ്വസ്ഥതയില്ലാതാകും. നേരത്തെ പറഞ്ഞ പോലെ വിവാഹ തടസ്സങ്ങൾ, ദുർമരണം പിന്നെ ഉണ്ടാകാം. കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് മുടക്കം ഉണ്ടാകാം. പരസ്പര വിദ്വേഷങ്ങൾ പലതും സംഭവിക്കും. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ കർമ്മം നടത്തണം. ഇത് മുടങ്ങിയാൽ വേറെ എന്ത് കർമ്മം ചെയ്തിട്ടും യാതൊരു ഫലവും ഇല്ലാതായി. ജ്യോത്സ്യത്തിൽ പറയുന്ന പോലെ ഗ്രഹങ്ങളെല്ലാം ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ ഫലങ്ങൾ ലഭിക്കുന്നില്ല. അവസാനമാണ് ഈ കാര്യത്തിലോട്ട് വരുന്നത്. പിതൃകർമ്മത്തിലോട്ട് വരുമ്പോഴാണ് അവർ പറയുന്നത്, വർഷങ്ങളായി ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യാറില്ല, അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല എന്ന് പറയുന്നത്. അച്ഛന് തന്നെ അതിനെപ്പറ്റിയുള്ള അറിവില്ല, പിന്നെ അങ്ങനെ മക്കൾ പറയും. അതുകൊണ്ട് ഈ പിതൃകർമ്മം മഹാശ്രേഷ്ഠമാണ്. ഈ കർമ്മത്തെ എല്ലാ വ്യക്തികളും
പ്രത്യേകിച്ചൊരു ജാതി മതമല്ല അനുഷ്ഠിക്കേണ്ടത്, അവരുടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കർമ്മമാണ്. ഈ കർമ്മം ചെയ്താലേ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവൂ.